കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലാണ് മലയാളത്തിലെ കിടിലൻ പടങ്ങളൊക്കെ റിലീസായത്. മഞ്ഞുമൽ ബോയ്സ്, പ്രേമലു, ഭ്രമയുഗം, അന്വേഷിപ്പും കണ്ടെത്തും, അങ്ങനെ ഒരു ലക്കി മന്ത് ആയിരുന്നു 2024 ഫെബ്രുവരി മാസം മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം. ഈ വർഷം ഫെബ്രുവരിയിൽ ഏതൊക്കെ സിനിമകളാണ് തിയേറ്ററുകളിലും ഡിജിറ്റലായിട്ടും റിലീസ് ആവുന്നത് എന്നാണ് നമ്മൾ ഈ വീഡിയോ നോക്കാൻ പോകുന്നത്. സോ 30 upcoming films and series releasing in February 2025. Let us start, Maggie. Let us start, Maggie. Y'all know me, still the same OG, but I've been low key. ബൊഗോട്ട സിറ്റി ഓഫ് ദ ലോസ്റ്റ് എന്ന കൊറിയൻ ത്രില്ലർ സിനിമ നെറ്റ്ഫ്ലിക്സിൽ ഫെബ്രുവരി 3 ഡിജിറ്റൽ റിലീസ് ആകും. തല അജിത്തിന്റെ വിടാമുയർച്ചി ഫെബ്രുവരി 6 തിയേറ്ററുകളിൽ റിലീസ് ആകും. തൃഷ, അർജുൻ, റെജിന കസാൻഡ്ര തുടങ്ങിയവർ അഭിനയിക്കുന്നുണ്ട് ഈ പടത്തിൽ. 1997 റിലീസായ ഇംഗ്ലീഷ് ചിത്രം ബ്രേക്ക് ഡൌണിൽ നിന്നും ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു കഥയാണ് ഈ സിനിമയ്ക്കുള്ളത്. ആ പടം ഞാൻ കണ്ടതാണ്, കിടിലം പടമാണ്. ഇത് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ എങ്ങനെയാകും വരുമ്പോഴെന്ന് എനിക്ക് അറിയില്ല, എന്തായാലും കണ്ടറിയാം. ദ ആരെ മർഡേഴ്സ് സ്വീഡിഷ് ത്രില്ലർ സീരീസ് ആണ്. ഇത് നെറ്റ്ഫ്ലിക്സിൽ ഫെബ്രുവരി 6 സ്ട്രീമിംഗ് ആരംഭിക്കുന്നുണ്ട്. നാഗചൈതന്യയുടെ തണ്ടൽ എന്ന തെലുങ്ക് ചിത്രം ഫെബ്രുവരി 7 തിയേറ്ററുകളിൽ റിലീസാകും. മലയാള ചിത്രം നാരായണീന്റെ 3 ആൺമക്കൾ ഫെബ്രുവരി 7 തിയേറ്ററുകളിൽ റിലീസ് ആവുന്നുണ്ട്. ക്രിസ്റ്റഫർ നോളന്റെ ഇന്റർസ്റ്റെല്ലാർ 4K റീ റിലീസ് ഫെബ്രുവരി 7 തിയേറ്ററുകളിൽ എത്തുന്നുണ്ട്. മമ്മൂട്ടിയുടെ ഒരു വടക്കൻ വീരഗാഥയുടെ 4K റീ റിലീസും ഈ ദിവസം തന്നെ ഉണ്ടാകും. മലയാള സിനിമ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചന്റെ ഹിന്ദി റീമേക്ക് മിസ്സസ് C5 ഫെബ്രുവരി 7 സ്ട്രീമിംഗ് ആരംഭിക്കും. ഹേർട്ട് ഐസ് എന്ന ഇംഗ്ലീഷ് ഹൊറർ ചിത്രം ഫെബ്രുവരി 7 തിയേറ്ററുകളിൽ റിലീസ് ആവുന്നുണ്ട്. ഇന്ത്യയിലുണ്ടോ എന്ന് അറിയില്ല. ഫെബ്രുവരി 14 ഇഷ്ടം പോലെ സിനിമകളാണ് റിലീസ് ആവുന്നത്. മലയാളത്തിൽ നിന്ന് തന്നെ 4 സിനിമകൾ വരുന്നുണ്ട്. ആദ്യത്തേത് മമ്മൂട്ടിയുടെ ബസൂക്കയാണ്. ഡിനു ഡെനീസ് ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന ഒരു ആക്ഷൻ ചിത്രമാണിത്. ഗൗതം വാസുദേവ് മേനോനും പ്രധാന വേഷത്തിൽ വരുന്നുണ്ട്. ബാബു ആന്റണി, ഷൈൻ ടോം ചാക്കോ, ഭാമ അരുൺ, സിദ്ധാർത്ഥ് ഭരതൻ, ദിവ്യ പിള്ള തുടങ്ങിയ ഒരു വമ്പൻ താരനിര തന്നെ ഈ സിനിമയിൽ അണിനിരക്കുന്നുണ്ട്. ഇതിന്റെ മ്യൂസിക് സയ്യിദ് അബ്ബാസ് ആണ് നിർവഹിച്ചിട്ടുള്ളത്. അടുത്തത് ജിത്തു മാധവൻ രചിച്ച് ശ്രീജിത്ത് ബാബു സംവിധാനം ചെയ്ത പൈങ്കിളി എന്ന പടമാണ്. നമ്മുടെ അമ്പാൻ, സജിൻ ഗോപു, അതുപോലെ അനശ്വര രാജൻ, ലിജോ ജോസ് പെല്ലിശ്ശേരി തുടങ്ങിയവരാണ് പ്രധാന വേഷങ്ങൾ വരുന്നത്. ഇതിന്റെ മ്യൂസിക് ജസ്റ്റിൻ വർഗീസ് ആണ് നിർവഹിച്ചിട്ടുള്ളത്. ഇതൊരു റൊമാന്റിക് കോമഡി ഡ്രാമ ഫിലിം ആയിട്ടാണ് ഒരുക്കിയിട്ടുള്ളത്. നെക്സ്റ്റ് അരുൺ ഡി ജോസിന്റെ ബ്രൊമാൻസ് ആണ്. മാത്യു തോമസ്, അർജുൻ അശോകൻ, മഹിമ നമ്പ്യാർ, ശ്യാം മോഹൻ, സംഗീത് പ്രതാപ് തുടങ്ങിയവരാണ് പ്രധാന വേഷങ്ങളിൽ. ഗോവിന്ദ് വസന്തയാണ് ഇതിന്റെ മ്യൂസിക്. ജോ ആൻഡ് ജോ, 18+ തുടങ്ങിയ സിനിമകൾക്ക് ശേഷം ADJ സംവിധാനം ചെയ്ത സിനിമയാണ്. ഇതും പ്രതീക്ഷയുള്ള ഒരു സിനിമയാണ്. ട്രെയിലറൊക്കെ തന്നെ വളരെ പ്രോമിസിംഗ് ആയിരുന്നു. 14 തന്നെ ഗോവിന്ദ് വിഷ്ണു സംവിധാനം ചെയ്ത ആന്റണി പെപ്പയുടെ ആക്ഷൻ ത്രില്ലർ ദാവീദും റിലീസ് ആവുന്നുണ്ട്. ലിജോ മോൾ ജോസ്, വിജയരാഘവൻ, സൈജു കുറുപ്പ് തുടങ്ങിയവരും സിനിമയിൽ പ്രധാന വേഷത്തിൽ വരുന്നുണ്ട്. ജസ്റ്റിൻ വർഗീസ് ആണ് ഇതിന്റെ മ്യൂസിക് നിർവഹിച്ചിട്ടുള്ളത്. സോ 14 റിലീസ് ആവുന്ന ഈ 4 പടങ്ങളും നല്ല പ്രതീക്ഷയുള്ള സിനിമകളാണ്. ഇതിനോടൊപ്പം തന്നെ ഹോളിവുഡ് സൂപ്പർ ഹീറോ മൂവി മാർവലിന്റെ ക്യാപ്റ്റൻ അമേരിക്ക ബ്രേവ് ന്യൂ വേൾഡ് തിയേറ്ററിൽ റിലീസ് ആവുന്നുണ്ട്. ഹിന്ദിയിലെ ഈ മാസത്തെ ഒരു വലിയ റിലീസായ ഛാവായും ഫെബ്രുവരി 14 തിയേറ്ററുകളിൽ റിലീസ് ആകും. വിക്കി കൗശൽ, രശ്മിക മന്ദാന, അക്ഷയ് ഖന്ന തുടങ്ങിയവരാണ് പ്രധാന വേഷങ്ങളിൽ. 14 തന്നെ യാമി ഗൗതമിന്റെ ധൂംധാം എന്ന ഹിന്ദി ചിത്രം നെറ്റ്ഫ്ലിക്സിലും ഡയറക്ട് OTT റിലീസ് ആകും. 15 ദ ഗോർജ് എന്ന ഇംഗ്ലീഷ് സൈഫൈ ഹൊറർ മൂവി ആപ്പിൾ TV+ൽ റിലീസ് ആവുന്നുണ്ട്. കുഞ്ചാക്കോ ബോബന്റെ ക്രൈം ത്രില്ലർ ഓഫീസർ ഓൺ ഡ്യൂട്ടി ഫെബ്രുവരി 20 തിയേറ്ററുകളിൽ റിലീസ് ആകും. ജിത്തു അഷ്റഫ് ആണ് ഇതിന്റെ സംവിധാനം നിർവഹിച്ചിട്ടുള്ളത്. പ്രിയാമണി, വിശാഖ് നായർ, റംസാൻ, ജഗദീഷ് തുടങ്ങിയവരും പടത്തിൽ പ്രധാന വേഷങ്ങൾ വരുന്നുണ്ട്. ജേക്സ് ബിജോയുടേതാണ് മ്യൂസിക്. ഫെബ്രുവരി 21 ഉണ്ണി മുകുന്ദന്റെ ഗെറ്റ് സെറ്റ് ബേബി എന്ന സിനിമ തിയേറ്ററുകളിൽ റിലീസ് ആവുന്നുണ്ട്. നിഖില വിമലാണ് നായിക. ചെമ്പൻ വിനോദ് ജോസ്, സുരഭി ലക്ഷ്മി തുടങ്ങിയവരും പടത്തിലുണ്ട്. ഹിന്ദി കോമഡി ചിത്രമായ വിക്കി ഡോണറിന്റെ റീമേക്ക് ആണെന്നാണ് കേട്ടത്. സാം CS ആണ് ഇതിന്റെ മ്യൂസിക് നിർവഹിച്ചിട്ടുള്ളത്. ഇംഗ്ലീഷ് ഹൊറർ ചിത്രം ദ മങ്കി ഫെബ്രുവരി 21 തിയേറ്ററുകളിൽ റിലീസ് ആകും. ഡാർക്ക് നൺസ് എന്ന കൊറിയൻ ഹൊറർ ത്രില്ലർ ഫെബ്രുവരി 21 തിയേറ്ററുകളിൽ റിലീസ് ആകും. ഡ്രാഗൺ എന്ന തമിഴ് കോമഡി ഡ്രാമ ഫെബ്രുവരി 21 തിയേറ്ററുകളിൽ റിലീസ് ആവുന്നുണ്ട്. സൗബിൻ ഷാഹിർ, നമിത പ്രമോദ് എന്നിവർ പ്രധാന വേഷങ്ങൾ വരുന്ന മച്ചാന്റെ മാലാഖ എന്ന മലയാളം കോമഡി ഡ്രാമ ഫെബ്രുവരി 27 തിയേറ്ററുകളിൽ റിലീസ് ആവുന്നുണ്ട്. ഇതിന്റെ സംവിധാനം ബോബൻ സാമുവലാണ് നിർവഹിച്ചിരിക്കുന്നത്. ധ്യാൻ ശ്രീനിവാസൻ, ശാന്തി കൃഷ്ണ തുടങ്ങിയവരും ഈ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ടോക്സിക് ടൗൺ എന്ന ഇംഗ്ലീഷ് ത്രില്ലർ സീരീസ് നെറ്റ്ഫ്ലിക്സിൽ ഫെബ്രുവരി 27 സ്ട്രീമിംഗ് ആരംഭിക്കും. ലാസ്റ്റ് ബ്രീത്ത് ഇതൊരു ഇംഗ്ലീഷ് ഹൊറർ ത്രില്ലർ ആണ്. ഇത് 28 തിയേറ്ററുകളിൽ റിലീസ് ആകും. ഓസ്കർ നോമിനേഷനൊക്കെ പോയ ദ ബ്രൂട്ടലിസ്റ്റ് ഇംഗ്ലീഷ് മൂവി 28 തിയേറ്ററുകളിൽ റിലീസ് ആവുന്നുണ്ട്. US ഡിസംബറിൽ റിലീസായ പടമാണ്. ജീവയുടെ അഗാത്തിയ തമിഴ് ഫാന്റസി ത്രില്ലർ മൂവി ഫെബ്രുവരി 28 തിയേറ്ററുകളിൽ റിലീസ് ആകും. A24ന്റെ ഇംഗ്ലീഷ് ചിത്രം ബേബി ഗേളും 28 തിയേറ്ററുകളിൽ റിലീസ് ആവുന്നുണ്ട്. ഇതും US ഡിസംബറിൽ റിലീസായ പടമാണ്. തമിഴ് ഹൊറർ ത്രില്ലർ ശബ്ദം ഫെബ്രുവരി 28 തിയേറ്ററുകളിൽ റിലീസ് ആകും. ധനുഷ് സംവിധാനം ചെയ്ത് മാത്യു തോമസ് ഒക്കെ അഭിനയിച്ച നിലവുക്ക് എന്മേൽ എന്നടി കോപം ഫെബ്രുവരി 28 തിയേറ്ററുകളിൽ റിലീസ് ആവുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഫെബ്രുവരി മാസം റിലീസ് ആകുന്ന മെയിൻ സിനിമകളും സീരീസുകളും. ഏതെങ്കിലും പടം അല്ലെങ്കിൽ സീരീസ് ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കമന്റിൽ പറയുമല്ലോ. സോ ഇതിൽ ഏത് സിനിമ അല്ലെങ്കിൽ സീരീസിന് വേണ്ടിയാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതെന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ ശരി.